അങ്ങനെ എൻ്റെ പ്രഗ്നൻസിയിലെ ആദ്യത്തെ സിനിമ കാണലാണ് കേട്ടോ ഇത്. അപ്പോൾ രാഹുലേട്ടൻ നാട്ടിൽ നിന്ന് വരുന്ന ടൈമിൽ പുള്ളി ഒരുപാട് സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു കേട്ടോ നമ്മുടെ ആശകളായിരം. അപ്പോൾ അങ്ങനെ അതിന് പോകുന്ന വഴിക്ക് നമ്മൾ കടയിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. എനിക്ക് കഴിക്കാൻ ഒട്ടും താല്പര്യമില്ല ഗൈസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല വൊമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടായിരുന്നു. ഞാൻ ഇതുവരെ വൊമിറ്റ് ചെയ്തില്ല. എപ്പോഴാണ് ചെയ്യാമെന്ന് നോക്കി ഇരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പ്രതിഭയിലോട്ട് പോയിട്ടുണ്ടായിരുന്നേ. അവിടെ ആണെങ്കിൽ ഒറ്റ മനുഷ്യനില്ല. പിന്നെ സിനിമ തുടങ്ങാറായപ്പോഴത്തേനും ആൾക്കാരൊക്കെ വന്നു തുടങ്ങി കേട്ടോ. അങ്ങനെ രാഹുലേട്ടനാണെങ്കിൽ എനിക്ക് മരുന്ന് കഴിക്കാനുള്ള വെള്ളമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മുടെ സിനിമകളൊക്കെ തുടങ്ങി. നല്ല അടിപൊളി പടമായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതിനകത്ത് എല്ലാ കാര്യങ്ങളും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നേ. പിന്നെ പിറ്റേ ദിവസമായപ്പോൾ മുതൽ എനിക്ക് ഭയങ്കരമായിട്ട് ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായപ്പോഴത്തേനും രാഹുലേട്ടനാണെങ്കിൽ എനിക്കിതാ ഈ ഒരു ജ്യൂസ് വാങ്ങി തന്നു. സത്യം പറഞ്ഞാൽ ഈ ജ്യൂസ് നമുക്ക് ഈ പ്രഗ്നൻസിയിൽ കഴിക്കാൻ പാടുണ്ടോ എനിക്കറിയില്ല കേട്ടോ. ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. അങ്ങനെ പിന്നെ അന്ന് രാത്രിയിൽ നമ്മൾ പോകുന്നത് എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടിൻ്റെ കല്യാണത്തിനാണ് കേട്ടോ. അപ്പോൾ അവിടെ പേര് അമൃത എന്നാണ് കേട്ടോ. അപ്പോൾ അമൃതയും അമൽദേവുമാണ്, അവരാണ് കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാർ കേട്ടോ. അപ്പോൾ അവരുടെ കല്യാണത്തിൻ്റെ റിസപ്ഷൻ എന്ന് പറയാൻ പറ്റത്തില്ല, അതായത് കല്യാണത്തിന് മുന്നേ ഒരു പരിപാടി, അതിനായിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഫുഡ് കഴിച്ചില്ലെങ്കിൽ അത്താഴപ്പട്ടിണിയായി പോകുമെന്ന് അവിടെ ഉള്ളവർ പറഞ്ഞപ്പോൾ നമ്മൾ ഓടി വന്ന് ഫുഡ് കഴിച്ചു. സത്യം പറയല്ലേ, എനിക്ക് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കഴിക്കാൻ പറ്റണില്ലായിരുന്നു. അങ്ങനെ നമ്മുടെ DJ പാർട്ടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കഴിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച് കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ പറ്റി കേട്ടോ. അപ്പോൾ അതിൽ മെയിനായിട്ട് നമ്മുടെ ഹരിയും വൈഫിനെയും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെ ഞാൻ ഇതുവരെ നേരിട്ട് അവരുടെ കല്യാണത്തിന് ശേഷം കണ്ടിട്ടില്ല കേട്ടോ. അവരുടെ കുട്ടിക്ക് 5 വയസ്സായി, എന്നിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ സത്യം പറഞ്ഞാൽ നല്ലൊരു ഫോം പാർട്ടിയും DJ ഒക്കെ ആയിട്ട് അന്നത്തെ ദിവസം നല്ല അടിപൊളിയായിരുന്നു. പോകാൻ ഒട്ടും മനസ്സ് വരുന്നില്ലായിരുന്നു വീട്ടിലേക്ക്. പക്ഷേ എന്നാലും പിത്തൂട്ടനാണെങ്കിൽ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഫുള്ള് തകർക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ നൈസായിട്ട് അവിടെ നിന്ന് പോയി. കാരണം അവനാണെങ്കിൽ അതിനകത്ത് ഇറങ്ങിയിട്ട് അങ്ങോട്ട് കളിക്കാഞ്ഞിട്ട് വയ്യായിരുന്നു. ലാസ്റ്റ് ഇറങ്ങി അതിനകത്ത് ഭയങ്കര പണിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്നേ ലാസ്റ്റ് നനഞ്ഞ് കുതിർന്നാണ് ഞങ്ങൾ വീട്ടിൽ അവനെ എടുത്തുകൊണ്ട് പോയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഏകദേശം പെട്ടെന്ന് തന്നെ ഞങ്ങൾ പാർട്ടി കഴിയുന്നതിന് മുന്നേ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. ബൈ.